ഒരാൾ കുറ്റവാളിയാകുന്നു. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ വരുന്നു, കേസ് നടത്തുന്നു. വിചാരണയിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുന്നു. പിന്നീടും അദ്ദേഹത്തിന് ഒരു ശിക്ഷ കിട്ടുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പേര് ആ കോടതിയുടെ ഡിജിറ്റൽ ഡയറിയിലുണ്ടാവും. ആ ഡിജിറ്റൽ ഡയറിയിൽ നിന്ന് നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വരികയാണ്. മാത്രവുമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ചില വാർത്തകളും വന്നിട്ടുണ്ടാവും. ഇത് അവിടെ കിടക്കുകയുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ പേരിൽ ഡിജിറ്റൽ ഡയറിയിലുണ്ട്, പിന്നെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളുമുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അത്തരമൊരവസ്ഥയിലൂടെ പലരും കടന്നു പോകുമ്പോൾ അവരുടെ കുടുംബജീവിതവും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ വളരെ വിശദമായ കേസുകൾ നടക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 21 അനുസരിച്ച് റൈറ്റ് ടു ഫോർഗട്ടൺ, മറക്കുവാനുള്ള അവകാശം. ആ മറക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് കോടതി വിധി എഴുതിയെങ്കിലും അത് മറയ്ക്കുവാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഈ മറയ്ക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചും അതും പരിപൂർണമായിട്ട് ആ അവകാശം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രക്രിയകളെല്ലാം കിട്ടിയാൽ മാത്രമേ ഈ റൈറ്റ് ടു ഫോർഗട്ടൺ ഇവിടെ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ, അദ്ദേഹത്തിനോട് വിരോധമുള്ളവർ വീണ്ടും അത് എടുത്ത് പ്രയോഗിക്കുന്നു. ഈ കേസ് നേരത്തെ വന്നത് തന്നെ അദ്ദേഹത്തെ മോശമാക്കാനുള്ള ഒരു പ്രവണതയുടെ ഫലമായാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം പ്രവണതകൾ ഒഴിവാക്കി കോടതി നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചയാളെ വീണ്ടും ഡബിൾ ജിയോപാഡിക്ക് തുല്യമാണ് ഇത്തരം ഈ ഡിജിറ്റൽ ഡയറികളിൽ അദ്ദേഹത്തിൻ്റെ പേരവിടെ സൂക്ഷിക്കുന്നതും പിന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളും. അപ്പോൾ ഇവയൊക്കെ റിമൂവ് ചെയ്യേണ്ടത് ആവശ്യം ഉണ്ട്. അതാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ കാലം കൂടുതൽ പുരോഗമിക്കുമ്പോൾ ഇത്തരം അവകാശങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.